എൻ്റെ റൂമും ബാക്ക്ഗ്രൗണ്ടും ഒന്നും നോക്കണ്ട, ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. ബെഡ് സ്പേസ് ആണ്. പിള്ളേരൊക്കെ ഓരോ മൈൻഡ് സെറ്റാണ്, അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് പിന്നെ പയ്യെ പയ്യെ സെറ്റാക്കാം. ഹായ്, ഇന്ന് എൻ്റെ ഡേ 6 ആണ്. 2 പേരെ മെൻഷൻ ചെയ്താൽ കൊള്ളുന്നുണ്ട്. എൻ്റെ ഈ ഒരു വ്ളോഗിൽ ഇത് ചെയ്യാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ച 2 ആൾക്കാർ. ഒന്ന് ജീന ചേച്ചി, മറ്റൊന്ന് സുബിൻ ചേട്ടൻ. ഇപ്പൊ ഞാനിപ്പോ ഇതിനകത്ത് 3 ഇടട്ടെ. ഇവര് 2 പേരാണ് എന്നെ പുഷ് ചെയ്ത് ഇത് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. ഞാനിങ്ങനെ അവരുടെ പേരിങ്ങനെ എടുത്തു പറയാൻ കാരണം അവർ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്തുകൂടെ, നിനക്ക് ഇങ്ങനെ ഇട്ടുകൂടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഓൾറെഡി കുറച്ച് പഴയ നാട്ടിൽ വെച്ചെടുത്ത കുറച്ച് ഈ ഷോർട്സ് ഒക്കെ എടുത്തിട്ടപ്പോഴേക്കും നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ടായി. അത് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഇട്ട് തുടങ്ങിയത്. പക്ഷേ പ്രതീക്ഷ പോലെ വ്യൂസ് ഇല്ലെങ്കിലും എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം എന്താ പറയുക, ആകെ 400 പേരെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആ 400 പേര് കണ്ടെന്ന് പറയുമ്പോഴേക്കും എനിക്ക് തന്നെ അത്ഭുതം. ഇത്രയൊക്കെ ഉണ്ടോ ഡെയിലി പോസ്റ്റ്, എന്താ പറയുക, ഡെയിലി ചെയ്യണ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഈ ബിസി ലൈഫിൻ്റെ ഇടയിൽ നമ്മൾ എന്തെന്നും പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുക, ഇതിനൊക്കെ ടൈം കിട്ടുമോ നമുക്ക്? അതാണ് ഫസ്റ്റത്തെ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സുബിൻ ചേട്ടനും ജീന ചേച്ചിയും, ഈ 2 പേരാണ് എന്നോട് ഈ റീൽസൊക്കെ എടുത്ത്, റീൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ വ്ളോഗ് തന്നെ, ഡെയിലി വ്ളോഗ് എടുത്തിടാൻ പറഞ്ഞത്. അപ്പോൾ വേറൊന്നുമില്ല, താങ്ക് യു. അത് പറയാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. നിങ്ങൾ 2 പേരും പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ തമാശക്ക് പറഞ്ഞതായിരിക്കും, പക്ഷേ അതെൻ്റെ ലൈഫിലൊരു ഇമ്പാക്റ്റ് വരുത്തിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ട്രാൻസ്ഫോർമേഷൻ വീഡിയോ അത് ഇതെന്നൊക്കെ പറഞ്ഞിടൂലേ. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നെപ്പോലെ ഇതേപോലെയൊക്കെ ചെയ്യാം, കുറച്ച് നീക്കാം. ഓക്കെ, ഇപ്പോൾ സെറ്റാണ്. പക്ഷേ എൻ്റെ വോയിസ് അവിടെ കിട്ടുമെന്നാണ് സംശയം. എനിക്ക് മൈക്കൊന്നുമില്ലല്ലോ. മിനിമൽ സെറ്റപ്പിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്, വീഡിയോ റെക്കോർഡ് ചെയ്യണത്. ഞാനിങ്ങനെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ച് വരണുള്ളൂ. അപ്പോൾ ഇതാണ് സംഭവം, നമ്മളിങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നിങ്ങൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്തോ, നിങ്ങൾ എന്നെ കളിയാക്കിക്കോ, കുറ്റം പറഞ്ഞോ, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ എന്ത് വേണം ചെയ്തോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടാ. എനിക്ക് ആരോടും ഒരു പരാതിയുമില്ല, പരിഭവമില്ല. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞാൻ ആരെയും ഫോളോ ചെയ്യാനുള്ള, ഞാൻ ആദ്യം ഇങ്ങനെ ഫോളോ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് പേരെ മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ വിചാരിക്കൂലേ എന്താണ് അവരെ മാത്രമേ ഫോളോ ചെയ്യുള്ളൂ, ഇപ്പം വലിയ ആളാണ്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാവരും എനിക്ക് ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഒരാളെ മാത്രമായിട്ട് ഫോളോ ചെയ്യണ്ടല്ല, അല്ലെങ്കിൽ കുറച്ച് പേരെ മാത്രമായിട്ട് ഫോളോ ചെയ്യണ്ടല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓഫീസിൽ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആൾക്കാരൊക്കെ വന്നിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല പറയാനായിട്ട്. ഇനി അടുത്ത ദിവസം കാണുന്നവരെ ബൈ. ഞാൻ ഇത് മടക്കി വെച്ചിട്ടാണ്, ഇനി നിങ്ങൾക്ക് കണ്ടിട്ടൊന്നും തോന്നണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ കട്ടിൽ അതിലും സീനാണ്. അപ്പോൾ റൂമിൽ ആൾക്കാർ വന്നു തുടങ്ങി, എനിക്ക് എല്ലാവരുടെ മുമ്പിൽ നിന്ന് വീഡിയോ എടുക്കാൻ നല്ല ചമ്മലാണ്. സോ ബൈ ഫോർ നൗ, അൺടിൽ നെക്സ്റ്റ് ടൈം.